നമസ്കാരം. ഡിവൈഎഫ്ഐയെ പരിഹസിച്ച് സ്വപ്ന സുരേഷ് രംഗത്ത്. ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാരും എണ്ണി തല്ല് മേടിക്കാൻ തുടങ്ങിയെന്ന ക്യാപ്ഷനോടെ ഡിവൈഎഫ്ഐക്കാർ തല്ല് കിട്ടി ആശുപത്രിയിൽ കിടക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് സ്വപ്ന തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത്. എല്ലാ സഖാക്കളും ആശുപത്രിയിൽ രക്ഷ നേടി കിടപ്പുണ്ട്. കപ്പിത്താൻ സമയം കിട്ടുമ്പോൾ വിശേഷം ഒന്നാരായണമെന്ന് സ്വപ്ന പറയുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഡിവൈഎഫ്ഐ ഗുണ്ടായിസം കെ മോഡൽ രക്ഷാപ്രവർത്തനമെങ്കിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ഡിവൈഎഫ്ഐ രക്ഷാപ്രവർത്തന സേനയെ ഒന്ന് രക്ഷാപ്രവർത്തനം നടത്തി എല്ലാ സഖാക്കളും ആശുപത്രിയിൽ രക്ഷ നേടി കിടപ്പുണ്ട്. കപ്പിത്താന് സമയം കിട്ടുമ്പോൾ സേനയുടെ വിശേഷങ്ങൾ ഒന്നാരായണമെന്നാണ് പൊതുജന അഭിപ്രായം. PA മുഹമ്മദ് റിയാസ്, പിണറായി വിജയൻ എന്ന് ഈ പോസ്റ്റിനു താഴെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അതേസമയം പല പ്രതിസന്ധികളും കടന്ന് തലസ്ഥാന ജില്ലയിലെത്തിയ നവകേരള സദസ്സ് ഇപ്പോൾ വിയർക്കുകയാണ്. ഒരു ജില്ലയിലും കാണാത്ത വൻ പ്രതിഷേധം തന്നെയാണ് തലസ്ഥാനത്തുണ്ടാകുന്നത്. 22-ന് രാവിലെ കാട്ടാക്കടയിൽ കോൺഗ്രസിന്റെ വൻ പ്രതിഷേധം അതിജീവിച്ചുവെങ്കിലും രാത്രി നെയ്യാറ്റിൻകരയിൽ BJP പ്രവർത്തകരുടെ അടുത്ത് മുഖ്യനും കൂട്ടരും പെട്ടുപോയി. കാവിക്കൊടിയും കറുപ്പുകൊടിയും കണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് പോകേണ്ടി വന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നെയ്യാറ്റിൻകരയിൽ മുഖ്യന് നേരെ നടന്നത്. എന്നാൽ മറ്റു ജില്ലകളിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ പ്രതിഷേധക്കാർക്ക് നേരെ തലസ്ഥാനത്തുണ്ടായില്ല. യുവമോർച്ച കരിങ്കൊടി കാട്ടിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ എതിർപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയും കൂട്ടരും യാതൊരു പ്രശ്നവുമില്ലാതെ കരിങ്കൊടിയും കണ്ട് 100-ൽ വാഹനം പറത്തി. കൊല്ലം മോഡൽ തന്നെയാണ് തലസ്ഥാനത്തും നടന്നത്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് കൊല്ലത്ത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ നടന്നത്. എതിരിടാൻ വന്ന പോലീസുകാരെയും യുവമോർച്ച പ്രവർത്തകർ വിരട്ടിമാറ്റുന്നതും കാണാം. നവകേരള സദസ്സിന്റെ കൊടിയും തോരണം, ഫ്ലെക്സ് ബോർഡുകൾ, സ്തൂപങ്ങൾ എല്ലാം തകർക്കുകയും ചെയ്തു. അതേസമയം അടിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ ശേഷം പിന്നെ അവിടെ തല്ലി ഇവിടെ തല്ലി എന്ന് പറഞ്ഞ് പരാതിയുമായി വരരുത് എന്നാണ് ഈ കൂട്ടത്തല്ലിൽ MV ഗോവിന്ദൻ പ്രതികരിച്ചത്. തല്ലലാണ് ഞങ്ങളുടെ പരിപാടി എന്ന് പറയുമ്പോൾ തിരിച്ചു കിട്ടുന്നതും അതിന്റെ കൂടെപ്പിറപ്പാണ്. അതിൽ ആര് ജയിക്കുമെന്ന് കണ്ടു നോക്കാം. MLA ആയാലും സംഘർഷത്തിനിടെ അടിയേൽക്കും. താൻ MLA ആയിരിക്കെയാണ് SP ഓഫീസ് മാർച്ചിനിടെ കൈ അടിച്ച് ചിതറിച്ചത്. ഇപ്പോഴും കൈ വളഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. യൂത്ത് കോൺഗ്രസുകാർ മുട്ടത്തോടിൽ മുളകുപൊടി നിറച്ച് എറിയുകയാണ്. ഇതാണ് ബോംബായി മാറുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ ആയുധം കാട്ടി പാർട്ടിയെയും സർക്കാരിനെയും ഭീഷണിപ്പെടുത്താമെന്ന് കരുതരുത് എന്നും ഗോവിന്ദൻ പറഞ്ഞു. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഗോവിന്ദന്റെ ഈ പ്രതികരണം. അടി അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയാൽ സഹിച്ചു കൊള്ളണമെന്നും അതിലൊരു കുഴപ്പവുമില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ CPM-ഉം ഡിവൈഎഫ്ഐയും നടത്തുന്ന അക്രമങ്ങളെ ന്യായീകരിച്ച അദ്ദേഹം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ കാട്ടിയ അതിക്രമത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നും വ്യക്തമാക്കി. മാത്യു കുഴൽനാടൻ MLA-ക്ക് പോലീസ് തല്ലിച്ചതച്ചതിനെയും അദ്ദേഹം ന്യായീകരിച്ചു.